ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അതേ വിഷയം തന്നെയാണ്. എന്താണ് ഇന്ത്യയുടെ പ്ലാനിങ് അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താണ് 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് എന്താണ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 2.1 എന്ന് പറയുന്ന ശതമാനം വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചപ്പോൾ 3.6% വളർച്ചാ നിരക്ക് നേടിയെന്നു. അതിനുശേഷം രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് പ്രാധാന്യം നൽകിയിരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനാണ്, വ്യാവസായിക വൽക്കരണത്തിനാണ്. ആ പദ്ധതി എന്താണ് 4.5% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചു. പക്ഷെ നേടിയത് എന്താണ് ഏകദേശം അടുത്തെത്തി. എന്നാലും എന്താണ് ആ പറയുന്ന നമ്മളുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തില്ല. 4.27% നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ത് ചെയ്തു, നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തേത് 51 മുതൽ 56 വരെയാണ്. രണ്ടാമത്തേത് 56 മുതൽ 61 വരെയാണ്. സ്വാഭാവികമായിട്ടും മൂന്നാമത്തേത് 1961 മുതൽ 66 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഏപ്രിൽ 1 മാർച്ച് 31 ഒക്കെ വരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോ ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. എന്താണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അത് സമ്പദ്ഘടനയെ എന്ത് ചെയ്യുക, സ്വയം പര്യാപ്തമാക്കുക. എന്താണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സ്വയം പര്യാപ്തമാക്കുക. മാത്രമല്ല ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് സമ്പദ്ഘടനയിൽ സ്വയം പര്യാപ്തമാവുക, ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് കൈവരിക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പറഞ്ഞത് സമ്പദ്ഘടന സ്വയം പര്യാപ്തമാകുക, ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇന്ത്യൻ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അവിടെ നിന്ന് നിങ്ങൾക്ക് വരാം, ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ് ഹരിത പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ വളരെ തെറ്റായിട്ടുള്ള ഉത്തരമാണ്. കാരണം ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള നോർമൻ ബോർലോഗ് ആണ്. ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. എന്താണ് കൃഷിയൊക്കെ, എന്താണ് കൃഷിയിലൂടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്ന ആശയമൊക്കെ ആദ്യമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത് നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹമാണ് എന്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഹരിത വിപ്ലവം ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയാണ്. 1944 മെക്സിക്കോയിൽ ഹരിത വിപ്ലവം നടക്കുന്നത്. അപ്പോ MS സ്വാമിനാഥൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഇന്ത്യയിൽ ഈ ഹരിത വിപ്ലവം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിലൂടെ നമ്മളുടെ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്ത ആളുടെ പേരാണ് MS സ്വാമിനാഥൻ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. രണ്ട് ചോദ്യങ്ങളും മനസ്സിലാക്കി വെക്കണം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹത്തിന് 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇന്ത്യയിലെ എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മൾ പറഞ്ഞു MS സ്വാമിനാഥൻ എന്ന അദ്ദേഹത്തിന് 1971 ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നൊക്കെ അറിയപ്പെടുന്ന മാഗ്സസെ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിലൂടെ എന്താണ് നേട്ടമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഗോതമ്പ്. ഗോതമ്പ് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുന്നില്ല. അതായത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിലൂടെ നേട്ടമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. വിള അല്ലെങ്കിൽ എന്താണ് വെറും വിള എന്താണ് എന്നല്ലെങ്കിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടാകുന്ന സാധാരണ വിള എന്താണ് എന്നുള്ളതല്ല എന്റെ ചോദ്യം. വീറ്റാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തത് വീറ്റാണ്. അത് നമ്മളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നാണ്യവിള എന്ന് പറയുന്നത് കരിമ്പാണ്. എന്താണ് നാണ്യവിള എന്ന് പറയുന്നത്? കരിമ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് 1965 ഇന്ത്യയിൽ എന്താണ് നമ്മളൊരു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ആ സമയത്ത് ഇന്ത്യയിൽ കൃഷി മന്ത്രി ആയിരുന്നു എന്നത് ആരെന്ന് പറയുന്നത് C സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ആരായിരുന്നു? C സുബ്രഹ്മണ്യം ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ എന്തെന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഭക്ഷണ ഉൽപാദന രംഗത്ത് അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തം നേടുക. അപ്പോ എന്ത് വരും? അവിടെ ഹരിത വിപ്ലവം വരും. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് വരും. അന്നത്തെ ആര് വരും? അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി വരും. ഇനി മറ്റൊരു കാര്യം നടന്നത് 1961 NCERT എന്ന് പറയുന്നത് രൂപീകരിച്ചത് ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. NCERT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതായത് നമ്മുടെ +2 വിദ്യാഭ്യാസം ഏകീകരിക്കുന്നതിന് വേണ്ടി വന്ന ഒരു സ്ഥാപനമാണ്. ദേശീയ തലത്തിൽ +2 വിദ്യാഭ്യാസം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് NCERT എന്ന് പറയുന്നത്. 1961 എന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6%. എത്രയായിരുന്നു? 5.6% നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്കിൽ ലക്ഷ്യം വെച്ചത്. എന്നാൽ നമ്മൾ എത്രയാണ് നേടിയത്? നമ്മൾ വെറും 2.4% വളർച്ച മാത്രമാണ് നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ ലക്ഷ്യം വെച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടിട്ടുണ്ടാകുന്നത്? അത് നമുക്ക് ആ കാലഘട്ടത്ത് ഒരു 2 യുദ്ധങ്ങളും ചില രാഷ്ട്രീയ സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായി. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധമാണ്. എന്താണ്? 1962 ഇന്ത്യ ചൈന യുദ്ധമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 1954 ഏപ്രിൽ 29 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ചേർന്ന് എന്താണ് പഞ്ചശീല തത്വങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നു. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബൗണ്ടറി ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുക, പിന്നെ എന്താണ് 2 രാജ്യങ്ങളും ഒരു കോമൺ ലക്ഷ്യം മുൻനിർത്തി വളർച്ചയിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യമാണ് ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യ ചൈന ബൈ ബൈ എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ മുദ്രാവാക്യം തന്നെ. എന്നാൽ ചൈന ഈ പറയുന്ന അതിർത്തി തർക്കങ്ങളുടെ പേരിൽ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നില്ല? വിശ്വസിച്ചിരുന്നില്ല. പ്രധാനമായും ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചിരുന്നില്ല ആ സമയത്ത് ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ആക്രമിക്കുമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ എന്താണ് വിശ്വാസങ്ങളെ തെറ്റിച്ചുകൊണ്ട് 1962 എന്ത് സംഭവിച്ചു? ചൈന ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് VK കൃഷ്ണമേനോനാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് Dr. S രാധാകൃഷ്ണനാണ്. അപ്പോ
ഇന്ത്യ ചൈനയെ ആക്രമിച്ച സമയത്ത് 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടും. എന്താണ്? ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ. പോയിന്റ് മനസ്സിലായോ? 1962 ഇന്ത്യ ചൈന യുദ്ധം. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം ചൈനയുടെ ആയുധ ബലത്തിന്റെ അത്രയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആ കാലഘട്ടത്ത് ആയുധ ശക്തി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് ഇന്ത്യൻ മിലിറ്ററി എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇതിനെ തുടർന്നുകൊണ്ടാണ് വി കെ കൃഷ്ണമേനോൻ രാജിവെക്കേണ്ട സ്ഥിതിവിശേഷമൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. അപ്പോ 1962 ഇന്ത്യ ചൈന യുദ്ധം എന്തിനു ബാധിച്ചു? ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചയെ ബാധിച്ചു. ഇനി ഇതേ വർഷം തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന കാലയളവിൽ തന്നെ 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു രാഷ്ട്രീയ വികാസം ഉണ്ടാകുന്നു. 1964 മെയ് 27 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു? അന്തരിക്കുന്നു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നു. അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ഒരു വ്യക്തി വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗുൽസരിലാൽ നന്ദ എന്ന് പറയുന്നത്. ഗുൽസരിലാൽ നന്ദ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് ഗുൽസരിലാൽ നന്ദ എന്ന് പറയുന്നത്. അപ്പോ 64 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നു. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നുകൊണ്ട് ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു. ആര് വരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ഇത് മുദ്രാവാക്യം ഉയർത്തുന്നത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. അങ്ങനെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു. എന്നാൽ ഇദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. അതാണ് 1965 ഇന്ത്യ പാക് യുദ്ധം എന്ന് പറയുന്നത്. 1965 ഇന്ത്യ പാക് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് YB ചവാൻ ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. അപ്പോ ഈ യുദ്ധം നടന്നു. ഇന്ത്യക്ക് ഏകദേശം വിജയം. നമ്മളെ ആദ്യത്തെ ചൈനക്കാരോട് തോറ്റതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഒരുപാട് പാഠം പഠിച്ചിരുന്നു. നമ്മൾ നമ്മളുടെ മിലിറ്ററിയെ നവീകരിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്കായിരുന്നു വിജയവും മേൽക്കൈയും എന്ന് പറയുന്നത്. അങ്ങനെ 1965 ആരംഭിച്ച ഇന്ത്യ പാക് യുദ്ധം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് 1966 ജനുവരി 10 ജനുവരി 10 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും ചേർന്നുകൊണ്ട് തഷ്കന്റിൽ വെച്ചുകൊണ്ട് ഒരു കരാർ ഒപ്പിടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തഷ്കന്റ് കരാർ പറയുന്നത്. 1966 ജനുവരി 10 ഒപ്പിട്ട ആരൊക്കെ ഒപ്പിട്ട? ജവഹർലാൽ നെഹ്റു അല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും തമ്മിൽ ഒപ്പിട്ട തഷ്കിന്റെ കരാറിന്റെ അടിസ്ഥാനത്തിൽ 1965 ആരംഭിച്ച ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. എന്നാൽ ഈ പറയുന്ന തഷ്കിന്റെ കരാർ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിച്ച USS പ്രധാനമന്ത്രിയാണ് അലക്സി കെസിഗിൻ എന്ന് പറയുന്ന വ്യക്തി. അലക്സി കെസിഗിൻ എന്ന് പറയുന്ന USSRന്റെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഈ തഷ്കന്റെ കരാറിന് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. ഒപ്പുവെച്ചത് 1966 ജനുവരി 10 അങ്ങനെ ഈ ഒപ്പുവെച്ചു. അതിന്റെ പിറ്റേ ദിവസം, അതിന്റെ തൊട്ടടുത്ത ദിവസം 1966 ജനുവരി 11 എന്ത് ചെയ്യുന്നു? ഈ തഷ്കന്റിൽ വെച്ച് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നു. എന്നാണ് ഈ ജനുവരി 10 കരാർ ഒപ്പിടുന്നു.
ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി എന്ത് ചെയ്യുന്നു? തഷ്കെൻഡിൽ വെച്ച് അന്തരിക്കുന്നു. 1966 തന്നെ നമ്മൾ അദ്ദേഹത്തിന് എന്താണ് ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നയൊക്കെ നൽകി നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്. ഈ തഷ്കെൻഡ് കരാർ അറിയപ്പെടുന്നത് തന്നെ എന്താണ്? ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന പേരിലാണ്. എന്താണ് തഷ്കെൻഡ് കരാർ അറിയപ്പെടുന്നത്? എങ്ങനെയാണ്? ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന പേരിലാണ് ഈ തഷ്കെൻഡ് കരാർ ഒപ്പുന്നത്. അപ്പോ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്നത്. അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഈ പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അല്ല, അത് ജവഹർലാൽ നെഹ്റു ആണ്. അധികാരത്തിലിരിക്കെ ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ആദ്യത്തെയും ഒരേ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പൊ അദ്ദേഹം മരിക്കുന്നു. വീണ്ടും ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഗുൽസരിലാൽ നന്ദ വരുന്നു. എന്താണ്? വീണ്ടും ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഗുൽസരിലാൽ നന്ദ വരുന്നു. വീണ്ടും കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? അവർക്ക് മറ്റൊരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ മൂന്നാമത്തെയും ഇന്ത്യയുടെ ആദ്യത്തെയും വനിതാ പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് വരികയാണ്. അവരുടെ പേരാണ് എന്തെന്നുള്ളത്? ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ളത്. എന്താണ്? ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യുന്നു? അധികാരമേൽക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ആര് അധികാരമേൽക്കുന്നു? ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരമേൽക്കുന്നു. അപ്പോ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? നമ്മൾ ലക്ഷ്യം കൈവരിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പരാജയപ്പെടുവാനുള്ള രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ആയിരുന്നു. മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമ്മളെ എന്ത് ചെയ്തു? നമ്മളുടെ ഇന്ത്യയുടെ എന്താണ് അന്നത്തെ വരുമാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താണ് ഏറ്റവും കൂടുതൽ വരുമാനം അന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലഭിച്ചിരുന്നത് കൃഷിയിൽ നിന്നായിരുന്നു. ആ വർഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മൺസൂൺ എന്ന് പറയുന്നത് നമ്മളെ ചതിക്കുകയും, അതായത് നമുക്ക് വേണ്ടത്ര മഴ ലഭിക്കാതെ വരികയും 1965-67 കാലഘട്ടങ്ങളിൽ നമ്മൾ വലിയ ഒരു വരൾച്ചയെ അഭിമുഖീകരിക്കുകയും ചെയ്തു. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് പരാജയപ്പെട്ടത്? ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് പരാജയപ്പെട്ടത്. അപ്പൊ നോക്കുക, നമ്മൾ 3 പഞ്ചവത്സര പദ്ധതി പഠിച്ചു. അതിൽ തന്നെ എന്താണ് നമ്മൾ ഇനിയും പഞ്ചവത്സര പദ്ധതികൾ എന്താണ് 12 പഞ്ചവത്സര പദ്ധതികൾ വരെ നമ്മൾ പഠിക്കും. പക്ഷെ ഈ പഞ്ചവത്സര പദ്ധതികളിലെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ നേട്ടമുണ്ടാക്കിയ പഞ്ചവത്സര പദ്ധതി എന്നുള്ള പേര് ഏത് പഞ്ചവത്സര പദ്ധതിക്കാണ്? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാണ്. എന്നാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 5.6 ലക്ഷ്യം വെച്ചപ്പോൾ നമുക്കതിന്റെ പകുതി പോലും നേടാനായില്ല. 2.4% വളർച്ച മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയത്? നമുക്ക് നേടുവാനായിട്ട് സാധിച്ചത്. അപ്പോ അത്രയുമാണ് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുവാൻ. കട്ടായോ? ഓക്കെ. അപ്പോ ഈ പറയുന്ന 2 യുദ്ധങ്ങളും ഒരു വരൾച്ചയും ഇന്ത്യ എന്താണ് വളരെ എഫക്ട് ചെയ്യുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി വരുന്നത്. അപ്പോ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമുക്ക്
ഒരു കുറച്ചു വർഷം എന്താണ് ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊന്ന് റിക്കവർ ചെയ്യുന്നവരെ പഞ്ചവത്സര പദ്ധതികൾ വേണ്ട, മറിച്ച് കുറച്ച് വാർഷിക പദ്ധതികൾ, അതായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 5 വർഷം കാലയളവിൽ എന്താണ് നടപ്പിലാക്കുന്നതിന് പകരം ഇയർലി, അതായത് ഒരു വർഷം ലക്ഷ്യം വെച്ച്, വളർച്ച നിരക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നടന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നത്. അതായത് 1966 മുതൽ 69 വരെ വാർഷിക പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയത്. എന്താണ്? 66 മുതൽ 69 വരെ വാർഷിക പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. ഈ 1966 മുതൽ 69 വരെയുള്ള ഈ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം, പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? എന്താണ്? പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ളത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്തിൽ പഠിക്കുവാനായിട്ടുള്ളത്? ഈ പറയുന്ന 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ പഠിക്കുവാനുള്ളത്. 3-ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം എന്താണ്? പിന്നീടുള്ള ഒരു 3 വർഷക്കാലം എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല. അപ്പോ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു 3 വർഷം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് വരുന്നു. അതിനുശേഷമാണ് പിന്നെ എന്ത് ആരംഭിക്കുന്നത്? 4-ാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോ നോക്കുക, 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി 51-56, 2-ാമത്തെ പദ്ധതി 56-61, 3-ാമത്തെ പദ്ധതി എന്താണ്? 61-66. ഇനി 4-ാമത്തെ പദ്ധതി തുടങ്ങുന്നത് 66-ൽ നിന്നല്ല, മറിച്ച് എവിടെ നിന്നാണ്? 1969 നിന്നാണ്. കാരണം എന്താണ്? 3 വർഷം, 66 മുതൽ 69 വരെ 3 വർഷം ഇന്ത്യയിൽ എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അപ്പൊ എന്താണ് പ്ലാൻ ഹോളിഡേ എന്ന് ചോദിച്ചാൽ 4-ാം പഞ്ചവത്സര പദ്ധതിക്കും 3-ാം അല്ലെങ്കിൽ 3-ാം പഞ്ചവത്സര പദ്ധതിക്കും 4-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. എത്രയാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. നോക്കുക, 4-ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്ന് പറയുന്നത് 1969 മുതൽ 71 വരെ. എത്രയാണ്? 1969 മുതൽ 71 വരെയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 3-ാം പഞ്ചവത്സര പദ്ധതി തികഞ്ഞ പരാജയമായിരുന്നത് കൊണ്ട് തന്നെ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ 4-ാം പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യമായിരുന്നു. അതായത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദന സ്വയം പര്യാപ്തത എന്നിവയൊക്കെ തന്നെ എന്തിന്റെയും ലക്ഷ്യങ്ങളായിരുന്നു? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങളായിരുന്നു. അത് കൂടാതെ തന്നെ എന്താണ്? ദുർബലരായിട്ടുള്ള വിഭാഗങ്ങളുടെ ഉന്നമനവും എന്തിന്റെ ലക്ഷ്യമായിരുന്നു? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയായിരുന്നു എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ഈ 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1969 ജൂലൈ 19-ാം തീയതി ഇന്ത്യയിൽ 14 ബാങ്കുകൾ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു, ദേശത്തിന്റെ സ്വത്താക്കി മാറ്റി. അതായത് 1969 ജൂലൈ 19-ാം തീയതി എന്താണ്? 50 കോടി ആസ്തിയുള്ള ഏകദേശം 14 എന്താണ് ബാങ്കുകൾ എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചു. അപ്പോ ഇതിന് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആദ്യഘട്ടം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ അതിനുശേഷം വീണ്ടും ഒരു ദേശസാൽക്കരണം നടന്നു. അത് 1980-ലായിരുന്നു. അന്ന് നമ്മൾ 6 ബാങ്കുകൾ കൂടി എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. അന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? അന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ആദ്യത്തെയും 2-ാമത്തെയും എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്ക് ദേശസാൽക്കരണ കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ 1969 ജൂലൈ 19-ന് എന്ത് ചെയ്തു? 14 ബാങ്കുകൾ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആരാ? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം അവിടെ വരാം, എന്താണ് അന്നത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ആരാണ്?
അതിന്റെ ഉത്തരം ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെയാണ്. എന്താണ്? ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെയാണ് അന്നത്തെ എന്താണ് ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇങ്ങനെ വരാം. അതായത് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ ആർക്കും ഒരു സംശയവും വേണ്ട, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു യാതൊരുവിധ സംശയത്തിനും ഇടവേണ്ട. നിങ്ങൾ നിർമ്മലാ സീതാരാമനാണെന്ന് പറയരുത്. കാരണം ആരാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത എന്ന് പറയുന്നത്? അത് ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നിർമ്മലാ സീതാരാമൻ അല്ല, ഇന്ദിരാഗാന്ധിയാണ്. അപ്പോ എന്റെ ചോദ്യം, ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെ. തെറ്റാണ്. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. കേട്ടോ, ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, ആദ്യത്തെ വനിത ആരാണ്? ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പൊ 1969 നമ്മൾ 14 ബാങ്കുകൾ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. ഇനി അടുത്തത്, ഇന്ത്യൻ ധവള വിപ്ലവത്തിന് നമ്മൾ തുടക്കം കുറിച്ചത് ഈ പറയുന്ന 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്താണ്? ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ധവള വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? പാല് ഉൽപാദന രംഗത്ത് വൻ കുതിച്ച് കയറ്റം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ധവള വിപ്ലവം, അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അവിടെയും നിങ്ങൾക്കൊരു ചോദ്യം വരാം. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് വർഗീസ് കുര്യനാണ്. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. നമ്മളിപ്പോ 2 പിതാക്കന്മാരെ കുറിച്ച് പഠിച്ചു. ഒന്ന് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു കോമൺ ഫാക്ടർ എന്താണ്? മലയാളികളാണോ? ഇവർ രണ്ടുപേരും മലയാളികളാണ് എന്നുള്ളതാണ് രണ്ടുപേർക്കുമുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടുപേരും മലയാളികളാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന 2 മഹത് വ്യക്തിത്വങ്ങളാണ് MS സ്വാമിനാഥനും ഡോക്ടർ വർഗീസ് കുര്യനും. അപ്പോ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1970 നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. എന്താണ്? പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് 1970 നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അതിന്റെ ഉത്തരമാണ് 4ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. ഇനി ഈ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ സ്ഥാപനം ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദാണ്. എന്താണ്? ഗുജറാത്തിലെ ആനന്ദാണ്. ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആരംഭിക്കുന്നത് 1965 അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ധവള വിപ്ലവം നടക്കുന്നത്, ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കുന്നതൊക്കെ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്നാൽ അതിന് നേതൃത്വം നൽകിയ ഈ പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ എന്താണ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പോ ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ പിതാവ് വർഗീസ് കുര്യൻ. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഫ്ലഡ്. വർഷം 1970. നേതൃത്വം നൽകിയത് ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അതിന്റെ ആസ്ഥാനം ഗുജറാത്തിലുള്ള ആനന്ദ്. ഈ പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയും സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. അദ്ദേഹത്തിനും എന്ത് ലഭിച്ചിട്ടുണ്ട്?
ഡോക്ടർ MS സ്വാമിനാഥനെ പോലെ തന്നെ എന്ത് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാഗ്സസെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ധവള വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തും വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തുമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആ പോയിന്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മള് 2-ാം പഞ്ചവത്സര പദ്ധതി ഇൻഡസ്ട്രിയലൈസേഷൻ പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ 3 പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഭിലായി ആണ്, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടു കൂടി. രണ്ടാമത്തേത് റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടു കൂടി. മൂന്നാമത്തേത് ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി. ഇങ്ങനെ 3 ഇരുമ്പുരുക്ക് നിർമ്മാണശാല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഇന്ത്യയിൽ എടുത്തു പറയുന്ന മറ്റൊരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല കൂടിയുണ്ട്. അതിന്റെ പേരാണ് ബൊക്കാറോ എന്ന് പറയുന്നത്. എന്താണ്? ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഇത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എന്ന് പറയുന്നത്. ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്, റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. നമ്മൾ ആദ്യം പഠിച്ച 3 അതായത് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, ഇത് 3 ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു? 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നെങ്കിൽ ബൊക്കാറോ എന്ന് പറയുന്നത് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ എന്താണ്, വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല 1969 ആഗസ്റ്റ് 15 ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ് ഇന്ത്യയിൽ ISRO വന്നത്. മാത്രമല്ല ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1972 നിലവിൽ വന്നത്. ഇതെല്ലാം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇതെല്ലാം 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഈ 4-ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6% പക്ഷേ നമുക്ക് നേടുവാനായത് വെറും 3.3% മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3-ഉം 4-ഉം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? വമ്പൻ പരാജയങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ 4 പഞ്ചവത്സര പദ്ധതി പഠിച്ചു. ഈ 4 പഞ്ചവത്സര പദ്ധതികളിലും എന്താണ്, ആകെ ഈ പറയുന്ന 1-ാം പഞ്ചവത്സര പദ്ധതി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ലക്ഷ്യം വെച്ചതിന് മുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അച്ചീവ് ചെയ്തിട്ടുള്ളത്. ബാക്കി 3 പദ്ധതികളും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ലക്ഷ്യം വെച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. 2-ാം പഞ്ചവത്സര പദ്ധതി ഏകദേശം അടുത്തൊക്കെ എത്തി, എങ്കിലും അതും എത്തിയില്ല. 3-ാം പഞ്ചവത്സര പദ്ധതിയും 4-ാം പഞ്ചവത്സര പദ്ധതിയും എന്തായിരുന്നു, പരാജയമായിരുന്നു. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ ചൈന ഇന്ത്യ യുദ്ധവും ഇന്ത്യ പാക് യുദ്ധവും പിന്നെ എന്താണ്, ആ കാലത്തെ മൺസൂൺ നമ്മളെ ചതിച്ചതുമായിരുന്നെങ്കിൽ ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതിയും പരാജയമാകുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിന്റെ രൂപീകരണമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായ യുദ്ധമാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തോടു കൂടി എന്താണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നു. പക്ഷെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നു. ഈ അഭയാർത്ഥി പ്രവാഹം ഈ പറയുന്ന 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമാണ് എന്തിന് കാരണമായി മാറിയത്, ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പരിപൂർണമായിട്ടും ഇന്ത്യൻ മിലിറ്ററിയുടെ മുന്നിൽ എന്താണ്, സറണ്ടർ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഈ പറയുന്ന 1971 യുദ്ധത്തിൽ ഉണ്ടായി. ഈ യുദ്ധം അവസാനിക്കുന്നത് 1972 സിംല കരാർ പ്രകാരമാണ്. എന്താണ്, 1972 സിംല കരാർ പ്രകാരമാണ് ഈ പറയുന്ന 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കുന്നത്. അത് ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ പറയുന്ന സിംല കരാറ് ഒപ്പുവെച്ചത്. അപ്പോ 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള എന്താണ്,
അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോ 4ാം പഞ്ചവത്സര പദ്ധതിയും എന്താണ് ഏകദേശം ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് 5ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയായിരുന്നു? 69 മുതൽ 74 വരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 74 മുതൽ 79 വരെയാണ്. ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു എന്നത് പറയുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ കൂടെ തന്നെ ഭക്ഷണ സ്വയം പര്യാപ്തതയും എന്താണ് സമ്പദ്ഘടനയുടെ സ്ഥിരതയായിട്ടുള്ള വളർച്ചയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഉണ്ട്. കാരണം എന്താണ്? മുമ്പിലുള്ള പഞ്ചവത്സര പദ്ധതികൾ രണ്ടും പരാജയമായിരുന്നു. അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു മുദ്രാവാക്യമാണ് എന്ന് പറയുന്നത് ഗരീബി ഹട്ടാവോ. എന്താണ്? ഗരീബി ഹട്ടാവോ. അതായത് ഗരീബി ഹട്ടാവോ അതായത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന എന്താണ് മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. മാത്രമല്ല മിനിമം നീഡ്സ് പ്രോഗ്രാം, അതായത് ജനങ്ങളുടെ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ടുള്ള പ്രോഗ്രാം. മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 1975 20 പരിപാടികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി. ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഏത് കാലഘട്ടത്താണ്? ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്താണ്? മിനിമം നീഡ്സ് പ്രോഗ്രാം 1975 20 പരിപാടികൾ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ പരിപാടികളെല്ലാം തന്നെ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 5ാം കാലത്താണ്. ഇനി മാത്രമല്ല ഈ 1975 തന്നെ നമ്മൾ എന്താണ് ഒക്ടോബർ 2-ാം തീയതി ഒരു സംയോജിത ശിശു വികസന സേവന പദ്ധതി എന്ത് ചെയ്തു? നിലവിൽ വന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്ന് പറയുന്നത്. ICDS നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് 1975 ഒക്ടോബർ 2-ാം തീയതി. ഒക്ടോബർ 2-ന്റെ പ്രത്യേകത ഒന്നും പ്രത്യേകം പറയണ്ടല്ലോ, ഗാന്ധി ജയന്തിയാണ്. ഒക്ടോബർ 2-നാണ് ICDS അതായത് സംയോജിത ശിശു വികസന സേവന പദ്ധതി എന്ന് പറയുന്നത് നിലവിൽ വന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് കുട്ടികളിൽ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം ഞാനിത് കോഫി കുട്ടികളുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, പിന്നെ എന്താണ് അവർക്ക് എന്താണ് സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു എന്താണ് ഒരു പ്രോഗ്രാമാണ് ഈ ICDS എന്ന് പറയുന്നത്. ഈ ICDSന്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഒക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ അംഗനവാടി വഴിയിട്ട് ചില കെയറിങ്ങും കാര്യങ്ങളും ചില എന്താണ് ഫുഡ്സിന്റെ ഇതൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഫുഡൊക്കെ എന്താണ് സമീകൃത ആഹാരമൊക്കെ കുട്ടികൾക്ക് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നത് നമ്മൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ആളുകളാണ്. ഇത് ഈ ICDS പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ICDS പ്രോഗ്രാം എന്ന് പറയുന്നത് സേവനം ലഭിക്കുന്നത് അംഗനവാടിയിലാണ്. എന്താണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, ഗർഭിണിമാരായിട്ടുള്ള അമ്മമാര്, കൗമാരക്കാര്, പ്രായക്കാരിയായിട്ടുള്ള പെൺകുട്ടികൾ, ഇവർക്കൊക്കെയാണ് ഇതിന്റെ സേവനം എന്ത് ചെയ്യുക ലഭിക്കുന്നത്. യുനിസെഫുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു ചേർന്ന് ഈ ICDS ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ICDS പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? വേങ്ങരയിലാണ്. വേങ്ങര
വേങ്ങര ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. വേങ്ങരയിലാണ് ICDS പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇന്ത്യയിലല്ല, കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് വേങ്ങരയിലാണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഈ ICDS പദ്ധതി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റീജിയണൽ റൂറൽ ബാങ്ക് ആരംഭിക്കുന്നത് 1975 ഒക്ടോബർ 2 തന്നെയാണ്. ഇത് ആരംഭിക്കുന്നത് മൊറാദാബാദിലാണ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു റീജിയണൽ റൂറൽ ബാങ്ക്. അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഇവർക്കൊക്കെ വളരെ കുറഞ്ഞ പലിശക്ക് ലോൺ കൊടുക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊക്കെ ആയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ബാങ്കാണ് ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. മൊറാദാബാദ് ഉത്തർപ്രദേശിലാണ് ഈ പറയുന്ന ആദ്യത്തെ ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ആരംഭിച്ചത്. ഇനി 1974 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മെയ് 18 ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയതും ഇതേ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് അത് നടന്നത്? പൊക്രാനിലാണ്. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇന്ത്യൻ അണുവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ അണുവോർജത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ്? അത് ഹോമി ജെ ഭാവയാണ്. ആരാണ്? ഹോമി ജെ ഭാഭ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദ ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റോമിക് ബോംബ്, രാജാ രാമണ്ണ. രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണയാണ്. അപ്പോ എന്താണ്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭയാണെങ്കിൽ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാ രാമണ്ണയാണ്. ആദ്യമായിട്ട് അണുബോംബിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആരാണ്? അണുബോംബിന്റെ പിതാവ്, അണുബോംബിന്റെ പിതാവ് ആരാണ്? ആർക്കും അറിയില്ലേ? ലോകത്തിലെ ആദ്യമായിട്ട് അണുബോംബ് നിർമ്മിച്ചത് ആരാണ്? ശരി, USA. USA എന്താണ് മാൻഹട്ടൻ പ്രൊജക്ട് എന്നൊക്കെ നമ്മ എവിടെ, നിങ്ങൾ എന്താണ് പഠിക്കുന്നത് കുട്ടികളെ? മാൻഹട്ടൻ പ്രൊജക്ട് എന്നൊക്കെ ഞാൻ ആ ഹിസ്റ്ററി SCRT പാഠപുസ്തകം എടുത്തപ്പോ നിങ്ങളോട് പറഞ്ഞതൊക്കെ പിന്നെ എന്തൊന്നാണ്? നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ വല്ലതും? ശരി, അണുബോംബിന്റെ പിതാവ് എന്ന് പറയുന്നത് ഓപ്പൺഹൈമർ ആണ്. സിനിമ പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അടുത്ത് റിലീസായ ഓസ്കാറുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. ഓപ്പൺഹൈമർ സംവിധാനം ചെയ്ത ആരാണ് ആ പടം? ഓപ്പൺഹൈമർ സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ഓപ്പൺഹൈമർ സിനിമ സംവിധാനം ചെയ്ത ആരാണെന്ന് നിങ്ങൾക്ക് അറിയൂലേ? ഇതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? മൈക്ക് ഓണാണ്. സംസാരിക്കാവുന്നവർക്ക് സംസാരിക്കാം. എന്റെ ചോദ്യം, നോബൽ ഓസ്കാർ അവാർഡ് കിട്ടിയ ക്രിസ്റ്റഫർ നോളൻ. എന്താണ് സംശയം നിങ്ങൾക്ക്? ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2-3 സിനിമകളെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. അല്ലാത്ത സിനിമകളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, പക്ഷെ ഗംഭീര സിനിമകളാണ് കേട്ടോ. നിലവിലുള്ളതിൽ ഗംഭീര മേക്കറാണ് അദ്ദേഹം. എനിക്ക് ഈ ബാറ്റ്മാൻ സീരീസ്, അദ്ദേഹത്തിന്റെ 3 ബാറ്റ്മാൻ സീരീസ് ഉണ്ട്. 3 ബാറ്റ്മാൻ സിനിമകൾ ഉൾപ്പെടുന്ന ഒരു സീരീസ് ഉണ്ട് അദ്ദേഹത്തിന്. ഗംഭീര സിനിമയാണ്. അതൊക്കെയാണ് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ. ബാക്കിയെല്ലാം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്റർസ്റ്റെല്ലാർ ആണ് എന്റെ ഫേവറേറ്റ് മൂവി അദ്ദേഹത്തിന്റെ. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത് അത് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് സിനിമ. 1974 മെയ് 18 ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടന്നു. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്ന് പറയുന്നത് രാജാരാമണ്ണയും ആറ്റോമിക് ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത് ഹോമി ജെ ഭാഭയുമാണ്. ഇന്ത്യൻ ആറ്റോമിക് ആക്ട് നിലവിൽ വന്നത് എന്താണെന്ന് അറിയാം? ഇന്ത്യൻ ആറ്റോമിക് ആക്ട് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് 1948
അത് പ്രകാരം ഇന്ത്യയിൽ എന്താണ് ഒരു ആറ്റോമിക് എനർജി കമ്മീഷൻ 1948 തന്നെ രൂപീകരിക്കുന്നു. ഈ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ഹോമി ജെ ബാബ എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ അണുഊർജത്തിന്റെ പിതാവ് എന്നൊക്കെ ഹോമി ജെ ബാബയെ വിളിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ 1948 ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിലില്ല. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത് 1962 ഇന്ത്യൻ ആറ്റോമിക് ആക്ട് ആണ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളതാണ് ആറ്റോമിക് എനർജി ആക്ട് 1962 ആണ്. ഈ 1962 ആക്ട് പാസ്സാക്കുമ്പോൾ അതിന്റെ അവസാനം പറയുന്നുണ്ട് ഈ ആക്ടോടുകൂടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 1948 എനർജി ആക്ട് എന്ന് പറയുന്നത് റിപ്പീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 62ാമത്തെ ആക്ട് അവസാനിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് ആറ്റോമിക് എനർജി ആക്ട് 1962 മാത്രമാണ്. അപ്പൊ എന്താണ് 1974 മെയ് 18 ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടന്നു. വീണ്ടും 1975 ജൂൺ 25 ആഭ്യന്തര കലഹത്തെ തുടർന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള 3 കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് യുദ്ധമാണ്, വൈദേശിക ആക്രമണമാണ്, സായുധ കലാപമാണ്. ഈ 3 കാരണത്തെ തുറന്നുകൊണ്ടാണ് ആർട്ടിക്കിൾ 358 പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ എന്നുള്ള പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ എന്താണ് 3ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ദേശീയ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 എന്താണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ പറയുന്ന അട്രോസിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം വീണ്ടും എന്താണ് 77 ആകുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നതിനെ തുടർന്ന് 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1974 മുതൽ 79 ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി അവസാനിക്കേണ്ടത്. എന്നാണ് 74 തുടങ്ങുന്ന പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് എപ്പോഴാണ്? 1979 ശരിക്കും അവസാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തു? 1978 അവസാനിപ്പിച്ചു. ആരവസാനിപ്പിച്ചു? മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ജനതാ സർക്കാർ. അതുകൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാകാതെ ഇന്ത്യയിൽ അവസാനിച്ച ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയേ ഉള്ളൂ. അതേതാണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 44.4%. നേടിയതാണെങ്കിൽ എത്രയാണ്? 4.8%. ഒരു ചെറിയ കൂടുതൽ എന്താണ് വളർച്ചാ നിരക്ക് ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ത് ചെയ്തു, നമുക്ക് നേടുവാനായിട്ട് കഴിഞ്ഞു. അപ്പോ ഇതോടുകൂടി എന്താണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നതും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എന്താണ്, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.